ഹായ് ഫ്രണ്ട്സ്, ഇന്ന് റേജി എഴുതിയിരിക്കുന്ന മേലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് റേജിയ. യഥാർത്ഥ പേരല്ല. എനിക്ക് 25 വയസ്സുണ്ട്. വിവാഹം കഴിഞ്ഞിട്ട് 1.5 വർഷമായി. എൻ്റെ പപ്പ ഒരു ഫിനാൻഷ്യൽ ഓഫീസിലാണ് ജോലി ചെയ്യുന്നത്. എനിക്ക് ഒരു അനിയനുണ്ട്. അവൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ മമ്മി കുറേ വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു പോയതാണ്. അതുകൊണ്ടാണ് എൻ്റെ കല്യാണം എത്രയും പെട്ടെന്ന് നടത്തണമെന്ന് എൻ്റെ പപ്പ വിചാരിച്ചത്. എന്നെ പെണ്ണ് കാണാൻ വേണ്ടി 3-4 കൂട്ടർ വന്നു. പക്ഷേ അതിൽ പപ്പയ്ക്ക് ഇഷ്ടപ്പെട്ടത് അത്ര വലിയ സൗന്ദര്യമൊന്നുമില്ലാത്ത ഒരാളെയായിരുന്നു. ഞാൻ പറഞ്ഞു, പപ്പ ഇത് ശരിയാകില്ലെന്ന്. അപ്പോൾ പപ്പ പറഞ്ഞു, ഇത് ശരിയാകും. കാര്യം നിനക്ക് നല്ല സൗന്ദര്യമുണ്ട്, അവൻ ഇത്തിരി സൗന്ദര്യം കുറവാണ്. അതുകൊണ്ട് നിന്നെ പൊന്നുപോലെ അവൻ നോക്കിക്കോളും. ആരാധനയുള്ള ഒരു സ്ത്രീയെ പുരുഷന്മാർ നന്നായി ശ്രദ്ധിക്കും മോളെ. നിനക്കതിൻ്റെ മനഃശാസ്ത്രം അറിയാത്തതുകൊണ്ടാണ്. നിൻ്റെ ഭർത്താവ് ഒത്തിരി സുന്ദരനായി കഴിഞ്ഞാൽ അവൻ്റെ പുറകെ 100 പെണ്ണുങ്ങൾ കാണും. പിന്നെ നിനക്കെന്നും തലവേദനയായിരിക്കും. ഇതാണ് നല്ലത്. അതുമാത്രമല്ല, അവിടെ അമ്മായിമ്മ മാത്രമേ ഉള്ളൂ, അമ്മായിപ്പനില്ല. പിന്നെ നിൻ്റെ ഭർത്താവിന് നല്ലൊരു ജോലിയുണ്ട്. അവരുടെ സമ്പത്തും കെട്ടിടവും ഒക്കെ നിന്നെ കാണിച്ചതല്ലേ ഞാൻ ഫോട്ടോയിൽ. എത്ര വലിയ പണക്കാരവർ. ഞാൻ ചോദിച്ചു, പണം നോക്കിയിട്ടാണോ പപ്പ എന്നെ കെട്ടിക്കുന്നത്? പണം ഒരു കാര്യമല്ലേ? ഒരു പ്രശ്നവുമില്ല, അവർ പാവങ്ങളാണ്. നീ നിൻ്റെ അമ്മായിമ്മയോടൊന്ന് സംസാരിക്കുമെന്ന് പറഞ്ഞിട്ട് എന്നെ അമ്മായിമ്മയായിട്ട് കണക്ട് ചെയ്തു. അവരാണെങ്കിൽ, മോളെ, ഞാനും എൻ്റെ മോനെ മാത്രമേ ഇവിടെ ഉള്ളൂ. എനിക്ക് പിന്നെ ഒരു മോളോടുണ്ട്. അവളിവിടെ ഇല്ല. അവൾ ബാംഗ്ലൂർ സെറ്റിൽഡാണ്. പലപ്പോഴുമേ വരികയുള്ളൂ. ഇവിടെ വരുന്ന പെൺകുട്ടി എൻ്റെ സ്വന്തം മോളെ പോലെയാണ്. എൻ്റെ മോള് പോയതിൽ പിന്നെ ഈ വീട്ടിൽ ആവിയും അനക്കവും ഇല്ല. നീ വന്നു കഴിഞ്ഞാൽ എല്ലാം ശരിയാകും മോളെ എന്ന് പറഞ്ഞ് എന്നും എന്നോട് വിളിച്ച് സ്നേഹത്തിൽ സംസാരിക്കും. പക്ഷേ എൻ്റെ ഭർത്താവാകാൻ പോകുന്ന ആൾ വളരെ സൗമ്യമായിട്ടാണ് എന്നോട് സംസാരിച്ചത്. വിശേഷങ്ങൾ ചോദിക്കും. പിന്നിടയ്ക്ക് അവരുടെ ഓഫീസിലെയും വീട്ടിലെയും ഒക്കെ ഫോട്ടോ അയച്ചു തരും, വീഡിയോ അയച്ചു തരും. ഇങ്ങനെയാണ്. വളരെ റിച്ച് സെറ്റപ്പിലാണ് അദ്ദേഹം കഴിയുന്നതെന്ന് എനിക്ക് മനസ്സിലായി. പതുക്കെ പതുക്കെ എനിക്കുള്ള ഇഷ്ടക്കേടും മാറി വന്നു. പിന്നെ വിവാഹം കഴിഞ്ഞ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴും സത്യം പറഞ്ഞാൽ എനിക്ക് ഒത്തിരി സന്തോഷമായിരുന്നു. കാരണം റിച്ചായൊരു വീട്, അമ്മായിമ്മയ്ക്ക് അമിതമായ സ്നേഹമാണ് എന്നോട്. ഭർത്താവ് പതിഞ്ഞ സ്വഭാവക്കാരനാണ്. എങ്കിലും എനിക്ക് വേണ്ടി എല്ലാ സൗകര്യങ്ങളും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എന്താണോ വേണ്ടത് അതൊക്കെ എനിക്ക് വാങ്ങിക്കാം. എന്നും ഞങ്ങൾ ഔട്ടിങ്ങിന് പോകും. എന്ത് വേണമെങ്കിലും നമുക്ക് മേടിച്ചു തരാൻ അമ്മായിമ്മയ്ക്ക് ഉത്സാഹമാണ്. പണം ഒക്കെ എൻ്റെ കയ്യിൽ ഇങ്ങി തരും. എൻ്റെ കയ്യിൽ പണം ഉണ്ടെങ്കിൽ കൂടി പുള്ളിക്കാരി പറയും, അതൊന്നും സാരില്ല മോളെ, ഇഷ്ടംപോലെ പൈസ മോൾ ചിലവാക്കണം, ചിലവാക്കാൻ വേണ്ടിയിട്ടല്ലേ പൈസ എന്ന് പറയും മാഡം. അങ്ങനെ ഒരു സെറ്റപ്പ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല. പിന്നെ ഞാൻ ഓർക്കും, ഇത്രയും സുന്ദരിയായ അമ്മായിമ്മയ്ക്ക് എങ്ങനെയാണ് അത്ര വലിയ സുമാറല്ലാത്ത എൻ്റെ ഭർത്താവ് ഉണ്ടായതെന്ന്. ഞാൻ ഒരു ദിവസം അതിങ്ങനെ ചോദിക്കുകയും ചെയ്തു. അച്ഛൻ്റെ ഫോട്ടോ ഒന്നും ഇവിടെ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മായിമ്മ പറഞ്ഞു, അത് പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇഷ്ടമില്ലാതായിട്ട് മ്യൂച്വലി പിരിയുകയായിരുന്നു. അതുകൊണ്ട് പുള്ളിയുടെ ഫോട്ടോ ഒന്നും ഞാൻ സൂക്ഷിച്ചിട്ടില്ല. പുള്ളി ഇപ്പോൾ ജീവിച്ചിരിക്കുന്നില്ല, 5 വർഷത്തിന് മുമ്പ് മരിച്ചുപോയെന്ന് പറഞ്ഞു. ഇങ്ങനെയൊക്കെയാണെങ്കിലും എൻ്റെ ഭർത്താവിന് സ്നേഹപ്രകടനങ്ങളിൽ തണുപ്പൻ മട്ടാണ്. വലിയ ആകാംക്ഷയോ എടുത്തുചാട്ടമോ ഇൻട്രസ്റ്റോ ഒന്നുമില്ല. എന്തൊക്കെയോ കാട്ടുന്നു കൂട്ടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ചിരിക്കുക, സന്തോഷിക്കുക, ഇതിനപ്പുറം എൻ്റെ അടുത്ത് വരാതിരിക്കുന്നത് എനിക്കിഷ്ടമായിരുന്നു. കാര്യം പുള്ളിയെ ആ ഒരു കാര്യത്തിൽ പൂർണ്ണമായിട്ട് അക്സെപ്റ്റ് ചെയ്യാനൊന്നും എനിക്ക് പറ്റില്ല. എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും എൻ്റെ മനസ്സിൽ ഒരാൺരൂപം ഉണ്ടല്ലോ, അതുമായിട്ട് യാതൊരു സാദൃശ്യവുമില്ല എൻ്റെ ഭർത്താവിന്. അതുകൊണ്ട് അങ്ങേർക്ക് ഒട്ടും ചൂടില്ലെങ്കിൽ അതെനിക്ക് ഭാഗ്യമായിട്ട് ഞാനങ്ങ് കരുതി. എനിക്കാരോടും കംപ്ലൈൻറ്റുമില്ല, അങ്ങേരോടൊട്ട് ദേഷ്യവുമില്ല, അമ്മായിമ്മയുടെ പ്രശ്നമില്ല. ഈ കല്യാണത്തിലും എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. കാരണം ഞാൻ ചെന്ന് വീണിരിക്കുന്നത് ഒരു സ്വർഗത്തിൽ തന്നെയാണ്. പിന്നെ അവിടെ ഇത്തിരി കുറവുകളുണ്ടെന്ന് വെച്ചിട്ട് ഞാൻ വെറുതെ എന്തിനാണ് പൊല്ലാപ്പുണ്ടാക്കുന്നത്? ആ കുറവുകളും എനിക്കൊരു ഭാഗ്യം. അങ്ങനെ അകന്ന് നിന്നോട്ടെ, അതാണ് നല്ലത് എന്നെനിക്ക് മനസ്സിലായി. ആദ്യത്തെ 3 മാസം ഇടയ്ക്ക് അവധി എടുക്കുകയും പല സ്ഥലത്തും കറങ്ങി നടക്കുകയും ചെയ്യുമായിരുന്നു. അമ്മായിമ്മയും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഭർത്താവ് ജോലിക്ക് സ്ഥിരമായിട്ട് പോകാൻ തുടങ്ങി. അപ്പോൾ പുള്ളി ഭയങ്കര ബിസിയായി. ഇത്തിരി താമസിച്ചൊക്കെ വരികയുള്ളൂ. അമ്മായിമ്മയും മിക്ക ദിവസങ്ങളിലും ബന്ധുവീടുകളിൽ പോവുകയാണ്. ഞാൻ വൈകിട്ടേ വരുള്ളൂ മോളെ എന്നൊക്കെ പറഞ്ഞങ്ങ് പോകാൻ തുടങ്ങി. ആദ്യമുണ്ടായിരുന്ന ആ അന്തരീക്ഷം പെട്ടെന്ന് മാറി. അപ്പോൾ ഞാൻ അമ്മാമ്മയോട് പറഞ്ഞു, എനിക്കിവിടെ തന്നെ ഇരിക്കാൻ വയ്യ, ഒന്ന് പഠിക്കാൻ പോയായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന്. അപ്പോൾ മോൾക്ക് എന്താ പഠിക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ടാലി പഠിച്ചാൽ കൊള്ളാമെന്ന് പറഞ്ഞു. അതിനെന്താ,
ടാലി എന്താണെങ്കിലും പഠിക്കൂ, ഇവിടെ സിറ്റിയല്ലേ, അവിടെ പോയി ഏതെങ്കിലും സെൻറ്ററിൽ അങ്ങ് ജോയിൻ ചെയ്യൂ, രാവിലെ പോയിട്ട് വൈകിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. ഹസ്ബൻഡിനും അതിൽ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ ഞാൻ ടാലി പഠിക്കാൻ ഇറങ്ങി മാഡം. ടാലിക്ക് ഞാൻ പഠിക്കാൻ പോയി. ഏകദേശം 1.5 മാസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഞാൻ തിരിച്ചു വന്നപ്പോൾ അമ്മായിയമ്മ സിറ്റൗട്ടിലിരിപ്പുണ്ട്. അമ്മ ഇവിടെ പോയിട്ട് എനിക്ക് ഡ്രസ്സും ഒക്കെ കൊണ്ടുവന്നിട്ട് അങ്ങോട്ട് കയറിയതേ ഉള്ളൂ. സിറ്റൗട്ടിലിരുന്ന് മൊബൈൽ നോക്കുകയാണ്. അപ്പോൾ ഞാൻ ചെന്നപ്പോൾ എന്നോട് ചോദിച്ചു, അല്ല നീ ഇന്ന് ടൗണിൽ നിൽക്കുന്ന കണ്ടല്ലോ. ഞാൻ ചോദിച്ചു അമ്മ എവിടെ വെച്ച് എന്നെ കണ്ടു. അത് ഞാൻ ജ്യൂസ് കടയോട് വെച്ച് കണ്ടു എന്ന് പറഞ്ഞു. ആ ശരിയാ, ഞങ്ങളെല്ലാവരും കൂടി ജ്യൂസ് കുടിക്കാൻ പോയതെന്ന് പറഞ്ഞു. ആ കണ്ടു. എടീ, ഇത്തിരി നീളമുള്ള നല്ല വെളുത്ത തൊടുത്ത് ഒരു നീല ഷർട്ടും നീല ജീൻസും ഇട്ട ആ ചിക്കൻ ഏതാടി? എന്ത് സൗന്ദര്യമുള്ളൊരു ചിക്കനാ. അവൻ കല്യാണം കഴിച്ചതാണോ? ഞാൻ പറഞ്ഞു കല്യാണമൊന്നും കഴിച്ചിട്ടില്ല, പുള്ളിക്ക് 27 വയസ്സുണ്ട്, പെണ്ണൊക്കെ നോക്കുന്നുണ്ട്, ഇപ്പോഴാണ് ടാലി പഠിക്കാൻ വന്നതെന്ന്. അതെന്താ അവൻ ഇത്രയും താമസിച്ചത്? ഞാൻ പറഞ്ഞു എനിക്കറിയില്ല. പക്ഷെ അവനെ കണ്ടാൽ 27 ഒന്നും പറയില്ല, കൂടി വന്നാൽ 24 വയസ്സ്, ഒരു കൊച്ചു പയ്യനെ പോലെ ഉണ്ട്. ആ അത് ഞാനും കണ്ടു കഴിഞ്ഞപ്പോഴേക്കും തോന്നി. ഞാൻ ചോദിച്ചപ്പോഴാണ് വയസ്സ് പറഞ്ഞത്. കണ്ടാൽ ഒരു 21, 22 വയസ്സേ ഉള്ളൂ. അത് ശരിയാ, എല്ലാവരും അങ്ങനെ പറയും. അവിടെ വരുന്ന സ്റ്റുഡൻസിൻ്റെ കൂട്ടത്തിൽ പുള്ളിയാണ് സത്യം പറഞ്ഞാൽ സീനിയർ. പക്ഷേ കണ്ടു കഴിഞ്ഞാലില്ലേ പുള്ളിക്കാരനാണ് അവിടുത്തെ ജൂനിയറും തോന്നും എന്ന് പറഞ്ഞപ്പോൾ അമ്മായിമ്മ പറഞ്ഞു, കറക്റ്റാ. അല്ല അമ്മ ഇത്രയുമൊക്കെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചിട്ടും എന്താ ഞങ്ങളുടെ അടുത്തേക്ക് വരാഞ്ഞത്? ഒരു ഫോണെങ്കിലും വിളിച്ചാൽ പോരായിരുന്നോ? ഞങ്ങൾ വെളിയിലല്ലായിരുന്നു. ആ അത് പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു സൂപ്പർ മാർക്കറ്റില്ലേ, അവിടെ നിൽക്കുകയായിരുന്നു ഞാനും. എൻ്റെ കൂടെ എൻ്റെ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു. ആ അതുകൊണ്ടാണ് ഞാൻ വരാതിരുന്നത്. ഞങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ ലോകവിവരങ്ങളൊക്കെ പറഞ്ഞു പർച്ചേസ് ചെയ്യായിരുന്നു. അതിൻ്റെ കൂട്ടത്തിലാണ് കണ്ടത്. പക്ഷേ ഈ ചെക്കനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു വല്ല സിനിമാ നടന്മാരുമായിരിക്കുന്ന, അതാ ശ്രദ്ധിച്ചത് എന്ന് പറഞ്ഞു. ആ ദേ റീൽസിലൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് അങ്ങനെയുള്ള റീൽസ് ഞാൻ കാണിച്ചു കൊടുത്തു. ഷോ ഇതിനകത്ത് കാണുമ്പോൾ അവൻ്റെ സൗന്ദര്യം 100 മടങ്ങ് ഇരട്ടിച്ചിട്ടുണ്ട് എന്ന് അമ്മായിമ്മ പറഞ്ഞു. അല്ലടി അവൻ്റെ വീട് എവിടാ? ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, ഇവിടെ അടുത്തങ്ങാണ്ട് തന്നെയാണ്, ഒരു 5-6 കിലോമീറ്റർ കാണും, അത്രേ ഉള്ളൂ. ഷൂ ഇവിടെ അടുത്തുള്ളതാണോ? ഞാൻ പറഞ്ഞു ആണെന്നാ തോന്നുന്നത്. നീ എന്തേ അവനോട് അധികം ഒന്നും സംസാരിച്ചില്ലേ? അല്ല അങ്ങനെ സംസാരിക്കാനുള്ള സമയമൊന്നുമില്ല, ഞങ്ങളിങ്ങനെ എന്തെങ്കിലും സംസാരിക്കും, പിന്നെ ഗ്രൂപ്പിൽ എന്തെങ്കിലുമൊക്കെ ഫോർവേഡ് ചെയ്യും, പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ പോയി ചായയോ അല്ലെങ്കിൽ ജ്യൂസോ കഴിക്കും, അത്രേ ഉള്ളൂ. പോയി കഴിഞ്ഞാൽ പിന്നെ വെളിയും പറച്ചിലോ ഒന്നുമില്ല. ആഹാ, നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആണുങ്ങളാണോ കൂടുതൽ പെണ്ണുങ്ങളാണോ കൂടുതൽ? ഞാൻ പറഞ്ഞ അവിടെ പെണ്ണുങ്ങളാണ് കൂടുതൽ. ആ അപ്പം അവന് കോളടിച്ചല്ലോ, പെണ്ണുങ്ങളെല്ലാം അവൻ്റെ പുറകെയാണല്ലോ. അങ്ങനൊന്നുമില്ല, അവിടെ എല്ലാവരും മച്ചുറായിട്ടുള്ള ആൾക്കാരാണ്. പിന്നെ പുള്ളി അങ്ങനെയുള്ള തമാശകളൊന്നും പറയില്ല, ഞങ്ങളെല്ലാവരെയും സഹോദരിമാരെ പോലെയാണ് കാണുന്നത്. ആഹാ, നീ അവനെ സഹോദരനായിട്ടാണോ കാണുന്നത്? അമ്മ എന്താ അങ്ങനെ ചോദിക്കുന്നത്? പിന്നെ ഞാൻ അങ്ങനെ എങ്ങനെ കാണണം? എൻ്റെ ഭർത്താവായിട്ട് കാണാൻ പറ്റുമോ? എനിക്കിപ്പോൾ ഒരു ഭർത്താവില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മ പൊട്ടിച്ചിരിച്ചു. അല്ല അമ്മ എന്തിനാ അങ്ങയുടെ കാര്യങ്ങൾ ചോദിക്കുന്നേ? അല്ലടി അവൻ്റെ സൗന്ദര്യം കണ്ട് ഞാനങ്ങ് ചോദിച്ചതാ എന്ന് പറഞ്ഞു. ആ ശരി അമ്മേ എന്ന് പറഞ്ഞപ്പോൾ അമ്മ ചോദിക്കുക, അല്ലടി അവൻ്റെ സൗന്ദര്യം കണ്ടപ്പോൾ നിനക്കെന്തെങ്കിലും തോന്നിയോ? അമ്മേ ആക്ച്വലി അമ്മ എന്താ ഉദ്ദേശിക്കുന്നത്? അങ്ങയുടെ സൗന്ദര്യം കണ്ട് എനിക്കൊന്ന് തോന്നാനാണ്. നല്ലൊരു സുന്ദരൻ എന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് അങ്ങനെ ഇവിടുത്തെ ഒരു സ്റ്റുഡൻറ്റ്, അത്രയല്ലേ ഉള്ളൂ. അല്ലാതെ എനിക്കെന്ന് തോന്നാനാണ്. ഞാനെന്താ സുന്ദരന്മാരെ കാണുമ്പോൾ എൻ്റെ ഭർത്താവിനെ കുടുംബത്തെ മറന്ന് പോകുന്നവളാണെന്ന് അമ്മയ്ക്ക് തോന്നിയോ എന്ന് ഞാൻ ദേഷ്യത്തോടുകൂടി ചോദിച്ചു. അറിയാതെ ദേഷ്യം വന്നു പോയതാണ്. അപ്പോൾ അമ്മാമ്മയോട് പറഞ്ഞു, നീ അങ്ങ് സമാധാനിക്കേ, ഇതിനു വേണ്ടി തുള്ളേണ്ട കാര്യമൊന്നുമില്ല. അവനെ കണ്ടു, ചോദിച്ചു, അവൻ്റെ ചുറ്റുപാടും ഒക്കെ അറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചാണ്. എന്താ അമ്മയ്ക്ക് ആർക്കെങ്കിലും അങ്ങനെ കല്യാണം ആലോചിക്കണം? ആ ഇപ്പം നിനക്ക് കാര്യം പിടികിട്ടിയല്ലോ, അത് തന്നെ കാര്യം. എൻ്റെ അനിയത്തിയുടെ മോളിലെ നീരജ, അവൾക്ക് ചേർന്ന ചെക്കനല്ലേ, അവളൊരു സുന്ദരിയല്ലേ, നീ കണ്ടിട്ടില്ലേടി? ആ ശരിയാമേ, പക്ഷെ അങ്ങർക്കെതിരെയും ജോലിയൊന്നും ആയിട്ടില്ല, ഇത്തിരി മടിയാണെന്ന് തോന്നുന്നു. ഇപ്പോഴാണ് ടാലി പഠിക്കാൻ വന്നേ. അതിനെന്താ കുഴപ്പമില്ല, പതുക്കെ ജോലി കിട്ടിയാൽ മതി. അവർക്ക് പൂത്ത പണമില്ലേടി, അവരവനെ രക്ഷപ്പെടുത്തിക്കോളും. അവൾക്ക് ചേർന്ന സുന്ദരനായ ഒരു ചെക്കൻ, ആ ചെക്കനെയാണ് അവൾക്ക് വേണ്ടത്. അല്ല മേതിപ്പം അങ്ങനെ ജാതിയോ മതമോ ഒന്നും നമുക്കറിയില്ലല്ലോ. ആ അതൊക്കെ ശരിയാ, എന്നാലും ഒന്ന് അന്വേഷിക്കാം. ഒരു കാര്യം ചെയ്യേ, മോൾ അവരെന്ന് വിളിക്കേ, എന്നിട്ട് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യേ. ഇങ്ങനെ കാര്യത്തിനാണെന്ന് പറ, ഞാൻ സംസാരിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പുള്ളിക്കാരനെ വിളിച്ചു. പുള്ളി അത്ഭുതപ്പെട്ട് പോയി. ഞാനങ്ങനെ വിളിക്കാറുള്ളതല്ല, എന്നാലും ഗ്രൂപ്പിലുള്ളതാണല്ലോ, അറിയാം. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ അമ്മായിമ്മയ്ക്കൊന്ന് സംസാരിക്കണം, അവരുടെ ഏതോ ബന്ധത്തിൽപ്പെട്ടൊരു പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് കല്യാണാലോചനയാണെന്ന്. അയ്യോ എനിക്ക് കല്യാണം ഉടനെ വേണ്ടാന്ന്. ഞാൻ പറഞ്ഞു ചുമ്മാ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ, ഒന്ന് സംസാരിച്ചേക്ക്, അല്ലെങ്കിൽ പറഞ്ഞിട്ട് ചെയ്തില്ലെന്ന് എന്നോട്
വിരോധം തോന്നുന്നു, അതുകൊണ്ടാണ് ഒഴിവാക്കി വിട്ടേര് ഇഷ്ടമില്ലെങ്കിൽ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വിളിച്ചപ്പോൾ പുള്ളിക്കാരുടെ കൊണ്ട് കൊടുത്ത് സംസാരിപ്പിച്ചു. അപ്പോൾ ഞാൻ വിളിക്കും മോനെ, എൻ്റെ നമ്പർ ഇതാണ് എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് വിളിക്കാൻ പറഞ്ഞത് കേട്ടു. ആ മോളെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്, ഇനി അവൻ എൻ്റെ നമ്പറിലേക്ക് വിളിക്കും, ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം, എന്തെങ്കിലും കൊണ്ട് നടക്കുകയാണെങ്കിൽ നടക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ ആ കാര്യം അങ്ങ് വിടുകയും ചെയ്തു. അങ്ങനെ 1.5 ആഴ്ചയോളം കഴിഞ്ഞപ്പോഴേക്കും ഇല്ലേ പതുക്കെ അങ്ങേരെ അവിടെ ഞങ്ങളുടെ ഒഴിവ് സമയങ്ങളൊന്നും കാണാതായി. പുള്ളി ഞങ്ങളുടെ ചായ ഒന്നും കുടിക്കാൻ വരില്ല, ക്ലാസ്സിൻ്റെ സമയം കഴിയുമ്പോഴേക്കും പെട്ടെന്ന് ധൃതിയുണ്ട്, ജോലി അന്വേഷിച്ച് പോവുക എന്നൊക്കെ പറഞ്ഞ് പോകും മാഡം. കറക്റ്റായിരിക്കും, അങ്ങനെ ജോലിക്ക് വന്നല്ലേ, എവിടെയെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് കാണും, സൗന്ദര്യമുണ്ടെന്ന് വെച്ചിട്ട് പണം ഉണ്ടാകണമെന്നുണ്ടോ എന്നൊക്കെ ഞാൻ മനസ്സിൽ വിചാരിച്ചു. അതൊന്നും ഞാൻ അത്ര കാര്യമാക്കിയതുമില്ല. പക്ഷേ പിന്നീട് അടുത്തിരിക്കുമ്പോഴും അങ്ങേർക്ക് എന്നെ മാത്രം മൈൻഡില്ല, മറ്റെല്ലാവരോടും മിണ്ടിക്കുകയും ചെയ്യും. ഞാൻ ഓർത്തത് എന്താണ്, ഇത്രയും നാളും ഈ മനുഷ്യൻ എന്നോട് നന്നായിട്ട് മിണ്ടിക്കൊണ്ടതാണ്, ഇനി അമ്മായിമ്മ ശല്യപ്പെടുത്തി കാണുമോ? ഞാൻ ഒരു ദിവസം നേരിട്ട് ചോദിച്ചു. പുള്ളി പറഞ്ഞു ഈ കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെയൊരു പ്രപ്പോസൽ തൻ്റെ അമ്മായിമ്മ പറയുന്നുണ്ട്. ഞാനത് ഓക്കെ, പിന്നെ കാണാൻ നോക്കട്ടെ, ജോലി കിട്ടട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. ഞാനിങ്ങനെ നല്ലൊരു ജോലിക്ക് വേണ്ടി ബിസിയാണ്, കാര്യം കുറച്ച് പണം കൊടുത്തു കഴിഞ്ഞാൽ അവിടെ കിട്ടും, അതിനുവേണ്ടി ഓടി നടക്കുകയാണ്, അതുകൊണ്ടാണെന്ന് പറഞ്ഞു. ഞാനിത് വെറുതെ അങ്ങ് വിട്ടു. മാഡം, വേറെ ദിവസം ഞാനും ഭർത്താവും കൂടെ ഉച്ച കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ക്ലാസ്സൊക്കെ മിസ്സാക്കി ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒന്ന് കറങ്ങാൻ പോയി. ഹസ്ബൻഡും അന്ന് തിരക്കിനിടയ്ക്ക് എനിക്ക് വേണ്ടി ലീവ് എടുത്തു. ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു മാളിലാണ് കറങ്ങാൻ പോയത്. ഞങ്ങൾ മാളിൻ്റെ 2ാം നിലയിൽ നിൽക്കുമ്പോൾ വേറൊരു സൈഡിലെ എസ്കലേറ്ററിൽ കൂടെ അമ്മായിമ്മയും ഈ പറഞ്ഞ ചേട്ടനും കൂടെ മുകളിലേക്ക് ചിരിച്ച് കളിച്ച് കയറിപ്പോകുന്നത് ഞാൻ കണ്ടു. ഞാൻ ഹസ്ബൻഡിനെ വിളിച്ച് കാണിച്ചു, അത് അമ്മയല്ലേ? അപ്പോൾ എൻ്റെ ഹസ്ബൻഡ്, ദൈവമേ അമ്മയുടെ കൂടെയുള്ള ആരാ, പുതിയ ആളെ അമ്മ പിടിച്ചോ എന്ന് അറിയാതെ ചോദിച്ചു. ഞാൻ ചോദിച്ചു നിങ്ങൾ എന്തായി പറഞ്ഞതെന്ന്. പെട്ടെന്ന് ഭർത്താവ് അബദ്ധം സംഭവിച്ചതുപോലെ ഒന്നുമില്ലെന്ന്. ഞാൻ പറഞ്ഞു എൻ്റെ കൂടെ ടാലി പഠിക്കുന്നൊരു ചേട്ടനാണെന്ന്. ആണോ, എങ്കിൽ നമുക്കിവിടുന്ന് മാറാം, ബാ നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ പോകാം എന്ന് പറഞ്ഞ് ഭർത്താവ് കൈ പിടിച്ച് വലിച്ചുകൊണ്ട് എന്നെ അവിടെ നിന്ന് കൊണ്ടുപോയി. ഞാൻ ചോദിച്ചു അമ്മയോട് പോയി സംസാരിക്കണ്ടേ, നമ്മളോടൊന്ന് വിളിച്ച് പറയണ്ടെന്ന്. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു വേണ്ട വേണ്ട വേണ്ട, അമ്മ അമ്മയുടെ ഇഷ്ടം നടക്കട്ടെ, നമ്മൾ വിളിക്കുന്നതൊന്നും അമ്മയ്ക്ക് ഇഷ്ടമല്ല, നമ്മളോട് പറഞ്ഞിട്ടല്ലോ അമ്മ വന്നത്, അമ്മയ്ക്ക് അമ്മയുടെ പ്രൈവറ്റായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇടപെടുന്നത് ഇഷ്ടമല്ല, നീ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ഞാൻ ചോദിച്ചു അമ്മയ്ക്ക് എന്താ പ്രൈവറ്റായിട്ടുള്ള കാര്യങ്ങൾ, അങ്ങേരെ എനിക്കും അറിയാവുന്നതല്ലേ, നമുക്ക് പോയി കാണാമായിരുന്നു, വേണ്ടെന്ന് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞ് ഹസ്ബൻഡ് എന്നെ ഹൈപ്പർ മാർക്കറ്റിനകത്തേക്ക് കൊണ്ടുപോയി. ഞാൻ ചോദിച്ചു എന്തോ ദുരൂഹത ഉണ്ടല്ലോ, നിങ്ങളെന്താ പറഞ്ഞത് അമ്മയുടെ പുതിയ ആണെന്നൊക്കെ? അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു അല്ലല്ല, പുതിയ കൂട്ടുകാരെന്ന് പറഞ്ഞതാണെന്നും. എന്നാലും നിൻ്റെ കൂട്ടുകാരൻ എങ്ങനെയാണ് അമ്മയുടെ കൂട്ടുകാരനായതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അങ്ങേരുടെ കൂട്ടുകാരനൊന്നുമല്ല, അവിടെ പഠിക്കുന്നതാണ്. ഒരു വട്ടം അമ്മ ഇങ്ങനെ കണ്ടു, നമ്പർ ചോദിച്ചു, പിന്നെ നീരജയ്ക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ പരിചയമായെന്ന് പറഞ്ഞു. ഓക്കെ എന്ന് ഹസ്ബൻഡ് പറഞ്ഞു. പിന്നീട് ആ സബ്ജക്റ്റ് സംസാരിച്ചില്ല. എനിക്കാണെങ്കിൽ മനസ്സിൽ നല്ല സംശയം ഉണ്ടായിരുന്നു. ഞങ്ങൾ വീട്ടിൽ വന്ന് ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അമ്മ ഷോപ്പിംഗ് കഴിഞ്ഞ് വന്നത്. ഞങ്ങൾ ചോദിച്ചു എവിടാ പോയെന്ന്. അപ്പം അമ്മ പറഞ്ഞു ഞാൻ വേറൊരു സ്ഥലത്ത് പോയതാണെന്ന്. അമ്മ മാളിൽ പോയ കാര്യം ഞങ്ങൾ കണ്ടതാണല്ലോ, പക്ഷേ അമ്മ പറഞ്ഞത് ഇവിടുന്ന് 10 കിലോമീറ്റർ അകലെയുള്ള വേറൊരു സ്ഥലത്തെക്കുറിച്ചിട്ടാണ്. അപ്പോഴേ അമ്മ എന്തോ മറയ്ക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ചോദിക്കണമെന്ന് ഞാൻ ആഞ്ഞതാണ്. എൻ്റെ ഹസ്ബൻഡ് കണ്ണടച്ച് കാണിച്ചു ഒന്നും മിണ്ടരുതെന്ന്. രാത്രിയായപ്പോൾ ഹസ്ബൻഡിനോട് ഞാൻ ചോദിച്ചു സത്യം പറ, എന്താ നിങ്ങൾ മറയ്ക്കുന്നത്, അമ്മയുടെ പുതിയ ആൾ എന്നൊക്കെ നിങ്ങൾ പറഞ്ഞതാണ്, സത്യം പറഞ്ഞോണം, എന്തെങ്കിലും രഹസ്യമുണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ ഹസ്ബൻഡ് ഇല്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഉണ്ട്, എന്തോ ദുരൂഹതയുണ്ട്, എനിക്കിത് കൂട്ടി വായിച്ചിട്ട് ശരിയായില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡ് മിണ്ടരുതെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്താ മിണ്ടിയാൽ? ഇത്തിരി കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡിനോട് പറഞ്ഞു എന്നോട് സത്യം ചെയ്യണം, നീ ആരോട് ഇത് പറയില്ലെന്ന്. ഞാൻ പറഞ്ഞു എന്താ, നിങ്ങളങ്ങ് പറ, എന്തെങ്കിലും ടെൻഷൻ അടിപ്പിക്കുന്ന കാര്യമാണോ? അപ്പോഴാണ് ഹസ്ബൻഡ് എന്നോട് പറഞ്ഞത് എൻ്റെ അമ്മായിയമ്മയ്ക്ക് 25 വയസ്സിന് താഴെയുള്ള പിള്ളേരെയാണ് അമ്മയ്ക്ക് ഇഷ്ടം. ഇവരുടെ അച്ഛൻ പോയതിൽ പിന്നെ അമ്മയ്ക്ക് ഓരോ വർഷവും പുതിയൊരു ചെക്കന്മാരുമായിട്ട് കണക്ഷനുണ്ട്. ചിലതൊക്കെ 1-2 വർഷം നീണ്ടു നിൽക്കും. പക്ഷേ 25 വയസ്സിന് താഴെയായിരിക്കണം, അല്ലെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ കൊച്ചു ചെക്കന്മാരെ പോലെ ഇരിക്കണം, കൊച്ചു പയ്യന്മാർക്ക് മാത്രം സ്വാഗതം എന്നുള്ളതാണ് അമ്മയുടെ ആപ്തവാക്യം. അവരുമായിട്ട് അമ്മ അടുത്തിടപഴകും, എന്നിട്ട് പ്രേമനാടകമാണ്. അതുമാത്രമല്ല അവർക്ക് വേണ്ടി പണം ചെലവഴിക്കുകയും ചെയ്യും. അവരെ ഇങ്ങനെ കൊണ്ടു നടക്കുന്നത് അമ്മയ്ക്ക് ഒത്തിരി ഇഷ്ടമാണ്. വീട്ടിലേക്കും വിളിച്ചുകൊണ്ട് വരും. ചിലപ്പോൾ 3-4 ദിവസം അവരെയുടെ നിർത്തും. ഏതോ ഒരു ചെക്കനുമായിട്ട് ബന്ധമുണ്ടായിരുന്നു, അത് പൊട്ടിപ്പോയ ഗ്യാപ്പിലായിരുന്നു എൻ്റെ കല്യാണം. ഇനിയിപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഇപ്പോൾ പുതിയൊരു സുന്ദര കുട്ടപ്പനെ കിട്ടിയെന്ന് ഹസ്ബൻഡ് പറഞ്ഞു. ഞാൻ ചോദിച്ചു ഇതിന് മാത്രം പണമൊക്കെ അമ്മയ്ക്ക് എവിടെ നിന്നാന്ന് ചോദിച്ചു. ഹസ്ബൻഡ് ഒന്നും മിണ്ടിയില്ല. ഞാൻ ചോദിച്ചു അമ്മ വേറെ വഴിയിൽ എന്തെങ്കിലും പണം ഉണ്ടാക്കുന്നുണ്ടോ? രാവിലെ ഇറങ്ങിപ്പോകുന്നു, വൈകിട്ട് വരുന്നു, എനിക്ക് എന്തൊക്കെയോ സംശയങ്ങൾ ഇപ്പോൾ തോന്നുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു അമ്മ
പണ്ട് തൊട്ടേ പല ആളുകളുമായിട്ടും ഒത്തിരി ബന്ധമുള്ള ആളാണ്. അതുവഴി ഇഷ്ടം പോലെ പണം ഉണ്ടാക്കുന്നുണ്ട്. അമ്മയ്ക്ക് കൊച്ചു പയ്യന്മാരോടും അതേപോലെ പണമുള്ള ആളുകളോടുമുള്ള ആക്രാന്തം മൂലമാണ് അച്ഛൻ ഇട്ടിട്ട് പോയത്. അമ്മയ്ക്ക് കോടിക്കണക്കിന് രൂപയുടെ സ്വത്തും നിക്ഷേപങ്ങളും ഒക്കെയുണ്ട്. എല്ലാം അമ്മ നല്ല വഴിയിലല്ല സമ്പാദിച്ചത്. പിന്നെ ഇപ്പോൾ അമ്മയ്ക്ക് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ അമ്മ ഇപ്പോൾ എല്ലാം നിർത്തിയതാണോ നിങ്ങൾ പറഞ്ഞത്? എന്നിട്ടാണോ അങ്ങനോടെ കറങ്ങി നടന്നത്? അത് മാത്രമാണോ? അമ്മ രാവിലെ പോകുമല്ലോ, എവിടെ പോകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും പറഞ്ഞിട്ട് പോകും. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, എടി അമ്മ ഇങ്ങനെ മുതിർന്ന ആൾക്കാരുമായിട്ടുള്ള ബന്ധം പണമുണ്ടാകുന്നൊക്കെ നിർത്തിയിട്ടുണ്ട്. കാര്യം ഇഷ്ടംപോലെ പണമുണ്ടല്ലോ. ഇപ്പോൾ നിക്ഷേപത്തിൽ നിന്ന് കിട്ടുന്ന പലിശ മതി 3 മാസം ജീവിക്കാൻ. അമ്മ പണത്തിനുള്ള വേട്ടയങ്ങ് നിർത്തി. ഇപ്പോൾ മറ്റു പല വേട്ടകളുമാണെന്ന് പറഞ്ഞു. എന്താ എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞപ്പോൾ, എടി അമ്മ നല്ല സൗന്ദര്യമുള്ള ചെക്കന്മാരെ നോക്കി പോവുകയാണ്. അമ്മ വല വീശും, കിട്ടിയാലൂട്ടി എന്നുള്ള രീതിയിലാണ്. ഏറ്റവും സൗന്ദര്യമുള്ള ആളുകളെ മാത്രം മതി. കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അമ്മയ്ക്ക് പ്രണയരോഗമാണ്. പിന്നെ അമ്മ അവർക്ക് വേണ്ടി എത്ര പണം വേണമെങ്കിലും കൊടുക്കും. എന്തായാലും സ്ഥിര നിക്ഷേപമൊന്നും അമ്മ നശിപ്പിക്കില്ല. എങ്കിലും അമ്മ കൈ അയച്ച് സഹായിക്കും. ചെക്കന്മാർ കൂടെ നിൽക്കും. അതിൽ ചില ആൾക്കാരുടെ പ്രണയമായിരിക്കും. അവരെയും കൊണ്ട് കറങ്ങി നടക്കും. അല്ലാത്തവർക്ക് അമ്മ ചില പ്രത്യേക സ്ഥലങ്ങളിൽ പോയി അനുഗ്രഹം മാത്രം, ദർശനം മാത്രം കൊടുക്കും. അങ്ങനെയാണ്. അതില്ലാതെ അമ്മയ്ക്ക് ജീവിക്കാൻ പറ്റില്ല. 1 മാസം അമ്മ 10 പേരെങ്കിലും കണ്ടുപിടിച്ചിരിക്കും. ഞാനത് കേട്ട് ശരിക്കും ഞെട്ടിപ്പോയി. എൻ്റെ ഹസ്ബൻഡ് അപ്പോഴാണ് ഇത്രയും ഊർജ്ജത്തോടുകൂടി സംസാരിക്കുന്നത്. ഞാൻ ചോദിച്ചു, നിങ്ങളിങ്ങനെ അവാർഡ് പടം പോലെ ഇരുന്ന് ഇത്രയും വലിയ രഹസ്യം ഒളിപ്പിച്ചു വെച്ചല്ലോ. നിങ്ങളുടെ അമ്മ ഇത്തരക്കാരിയാണെന്ന് എനിക്കൊരിക്കലും അറിയില്ലായിരുന്നല്ലോ. എങ്കിൽ ഞാൻ ഈ കല്യാണത്തിന് സമ്മതിക്കില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഞാൻ അലറി. ഹസ്ബൻഡ് അപ്പോൾ എന്നോട് പറഞ്ഞു, നീ എന്നെ വിവാഹമോചനം ചെയ്താലും എനിക്കൊന്നുമില്ല, ഞാൻ സമ്മതിക്കും. നീ നിൻ്റെ വഴിക്ക് പൊക്കോ. എന്തായാലും ഞാൻ നിന്നെ ദ്രോഹിക്കുന്ന കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. എൻ്റെ ജോലി ചെയ്യുന്നു, തിരിച്ചു വരുന്നു. അമ്മ വേറൊരു വ്യക്തിയാണ്. അമ്മയ്ക്ക് ആ ഇഷ്ടങ്ങൾ കൂടുതലാണ്. എനിക്ക് എൻ്റെ അമ്മയെ ഉപേക്ഷിക്കാൻ പറ്റില്ല. പിന്നെ അമ്മ കൗൺസിലിങ്ങിനൊക്കെ പോയതാണ്. പക്ഷേ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം ഇതാണ്. ഈ ഒരു പ്രശ്നമുള്ളത് കൊണ്ട് അമ്മയെ കൗൺസിലിങ്ങിന് ഉണ്ടായാലും അമ്മ സഹകരിക്കുകയില്ല, ശരിയാകുകയില്ല. ഇതിപ്പോൾ അമ്മയുടെ ഇഷ്ടം, അതിനുവേണ്ടി അമ്മ നടക്കുന്നു. എനിക്ക് അതിനെന്ത് ചെയ്യാൻ പറ്റും? ഇതൊക്കെ നാട്ടുകാർക്കറിയാമോ? അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, എനിക്കറിയില്ല. അറിയാമായിരിക്കും, ഇല്ലായിരിക്കാം. ഞാൻ അതിനെക്കുറിച്ചിട്ട് ബോധർ ചെയ്യുന്നില്ല. ചേച്ചിക്കറിയാമോ എന്ന് ചോദിച്ചപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, അറിയാം ചേച്ചി, അതുകൊണ്ടല്ലേ ഇങ്ങോട്ട് അങ്ങനൊന്നും വരാത്തത് എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും അറിഞ്ഞുകൊണ്ടാണ്. എന്ത് ചെയ്യാനാണ്? ഹസ്ബൻഡ് പോയി. പിന്നെ കുട്ടികളെ വളർത്താൻ വേണ്ടിയിട്ട് അമ്മ ഒരു വഴി സ്വീകരിച്ചെന്നാണ് എനിക്ക് തോന്നിയത്. അന്നതിൽ പ്രത്യേകിച്ച് കുഴപ്പമൊന്നും തോന്നിയില്ല. പിന്നീട് അങ്ങനെ അല്ലാന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ അമ്മയോട് പറഞ്ഞതാണ്. അമ്മയൊന്നും കേട്ടില്ല. ആര് പറഞ്ഞാലും അമ്മ കേൾക്കില്ല. അതുകൊണ്ട് നീയും അത് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ നിൻ്റെ കൂട്ടത്തിൽ പഠിക്കുന്ന ആളില്ലേ, അയാൾ അടുത്ത ആഴ്ച തൊട്ടോ മറ്റോ ഇവിടെ വരാൻ തുടങ്ങും. 2-3 ദിവസം ഇവിടെ താമസിക്കാൻ തുടങ്ങും. അപ്പോൾ നിനക്ക് അസ്വാഭാവികമായ ഒന്നും തോന്നരുത്. അല്ലെങ്കിൽ നീ ഇപ്പോൾ എന്നെ ഡൈവേഴ്സ് ചെയ്തിട്ട് പോയിക്കോ, എനിക്ക് പ്രശ്നമില്ല എന്ന് സൈലൻ്റായി പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തു, ദൈവമേ എന്തൊരു വിചിത്രനായ മനുഷ്യനാണ്. അങ്ങേർക്ക് യാതൊരു പ്രശ്നവുമില്ല. ഡൈവേഴ്സ് ചെയ്യാൻ മാത്രം ഭർത്താവ് ഒരു തെറ്റും ചെയ്തില്ല. അമ്മേ, അയാൾക്ക് വെറുക്കാൻ പറ്റില്ലല്ലോ. പിന്നീട് ഞാൻ അമ്മയോട് സംസാരിച്ചപ്പോൾ അമ്മ പറഞ്ഞു, അവൻ നിന്നോട് ഇതെല്ലാം പറയുമെന്ന് എനിക്കറിയാമായിരുന്നു മോളെ. എനിക്ക് ഭ്രാന്താണെന്ന് നീ വിചാരിച്ചോളൂ. നല്ല സൗന്ദര്യമുള്ള ആണത്തമുള്ള കൊച്ചു പയ്യന്മാരെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ എനിക്കങ്ങ് ലഹരിയാണ്. എന്തോ വല്ലാത്ത അഡിക്റ്റാണ് ഞാൻ. എനിക്ക് പിന്നെ അവരെ കണ്ടേ മതിയാകൂ. ശ്രമിക്കുന്നതിൽ ഒരു 80% വിജയിക്കും. ചിലർ പിടിതരാതെ പോകും. അപ്പോൾ എനിക്ക് കരിയിളകുമെന്നൊക്കെ പറഞ്ഞു. അവർക്ക് ഭ്രാന്തമായ ആവേശമാണെന്ന് എനിക്ക് മനസ്സിലായി. ഒത്തിരി പേരുമായിട്ട് അമ്മയ്ക്ക് കണക്ഷനുണ്ട്. ഇതൊക്കെ രോഗമുണ്ടാക്കില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മ പറഞ്ഞു, ചെറുപ്പക്കാരല്ലേ, അതുകൊണ്ടാണ് കിളന്ന് ഞാൻ നോക്കുന്നത്. കിളന്നൊക്കെ സേഫാ മോളെ, ഒരു പ്രശ്നം ഉണ്ടാകില്ലെന്നാണ് അമ്മായിമ്മ എക്സ്പീരിയൻസ് വെച്ച് പറഞ്ഞത്. പിന്നീട് എൻ്റെ കൂടെ പഠിക്കുന്ന ആളും വീട്ടിൽ വരാൻ തുടങ്ങി. ഞങ്ങൾ തമ്മിൽ സംസാരിക്കുകയും ചെയ്തു. എൻ്റെ ഹസ്ബൻഡ് ശ്രദ്ധിച്ചതേയില്ല. പക്ഷേ അമ്മായിമ്മയുടെ മുറിയിൽ ഞാനുള്ളപ്പോൾ തന്നെ പല രാസലീലകളും കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് പിന്നെ എന്താണെന്നറിയില്ല. അത് സപ്പോർട്ട് ചെയ്യണോ വേണ്ടോ എന്നൊക്കെയുള്ള ചിന്തയായി. പക്ഷേ എൻ്റെ കൂടെ പഠിക്കുന്ന ആളെ മാത്രമല്ല, പിന്നീട് അമ്മായിമ്മ വെറൈറ്റി ആയിട്ട് പലരെയും വീട്ടിൽ കൊണ്ടുവരാൻ തുടങ്ങി. കാര്യം ഞാൻ പറഞ്ഞല്ലോ. പക്ഷേ കണ്ടു കഴിഞ്ഞാൽ ഞെട്ടിപ്പോകും. അത്രയും സൗന്ദര്യമുള്ള ആണുങ്ങളാണ് അമ്മായിമ്മയുടെ ചോയ്സ്. ആ ചോയ്സിനെ നമിക്കാതിരിക്കാൻ പറ്റില്ല. ഒരു ഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും അമ്മായിമ്മ ഇങ്ങോട്ട് ചോദിച്ചു, എടീ, നീ ഇങ്ങനെ വെറുതെ ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല. നിൻ്റെ ഭർത്താവിനെ കൊണ്ട് വലിയ ഗുണമില്ലെന്ന് നിനക്കറിയില്ലേ? പിന്നെ നിനക്ക് സൗന്ദര്യമുള്ള ഒരാണിനെയല്ലേ സ്വപ്നം കാണുന്നത് എന്ന് ചോദിച്ചു. ഞാൻ നിഷേധിച്ചു. പക്ഷേ നിൻ്റെ മനോഭാവം എനിക്കറിയാം മോളെ.
അതുകൊണ്ട് എൻ്റെ കൂടെ ഒന്ന് കൂടിക്കോ. നിന്റെ ഭർത്താവ് അറിയില്ല. ഇന്ന് വന്നവൻ ഓക്കെ ആണോടി, കഴിഞ്ഞ ആഴ്ച വന്നവൻ കൊള്ളാമോ എന്നൊക്കെ ചോദിച്ചു. അവസാനം ബ്രെയിൻ വാഷ് ചെയ്ത് അമ്മായിയമ്മ എന്നെ അമ്മായിയമ്മയുടെ റൂമിലേക്ക് പിടിച്ചുകൊണ്ടുപോയി. അവിടെ ഇരുന്ന സുന്ദരനെ കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സ് കുറച്ചൊക്കെ മാറി. അങ്ങേരാണെങ്കിൽ എന്നോട് സമീപിച്ചു കഴിഞ്ഞപ്പോൾ അമ്മായിമ്മ കുസൃതരങ്ങൾക്ക് ആക്കം കൂട്ടാൻ കൂട്ടുനിൽക്കുകയും ചെയ്തു. പിന്നെ അമ്മായിമ്മ പറഞ്ഞതുപോലെ എന്നെ പലവിധ അറിയാത്ത ടെക്നിക്കുകളും അയാൾ പഠിപ്പിച്ചു തന്നു. കാരണം എൻ്റെ ഹസ്ബൻഡ് സ്ലോയല്ലേ, ഫാസ്റ്റായുള്ള കുതിരകളെയും കാണണ്ടേ എന്നാണ് അമ്മായിമ്മ പറഞ്ഞത്. സ്വന്തം മകൻ്റെ ഡീറ്റെയിൽസ് പോലും അമ്മ കൃത്യമായിട്ടാണ് പറയുന്നത്. ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയാതിരുന്നു. എങ്കിലും പെട്ടുപോയി കഴിഞ്ഞപ്പോൾ എനിക്കും രസം തോന്നി. ഞാൻ ഹസ്ബൻഡ് അറിയാത്ത കാര്യമാണെന്ന് വിചാരിച്ചെങ്കിലും ഒരു ദിവസം ഹസ്ബൻഡ് പറഞ്ഞു, അമ്മയുടെ കൂടെ നീ ചേർന്നു അല്ലേന്ന്. ഞാനത് കിട്ടി ഞെട്ടിപ്പോയി. അങ്ങേർ പൊട്ടിത്തെറിക്കുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞത്, അമ്മയൊക്കെ പറഞ്ഞത് എനിക്കും ഇഷ്ടമാണ്. അമ്മയുടെ കൂട്ടത്തിൽ നീ ചേർന്നത് എനിക്ക് സന്തോഷമേ ഉള്ളൂ. അമ്മയെ നീ അനുകരിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒട്ടും പ്രശ്നമില്ല എന്ന് ഹസ്ബൻഡ് പറയുന്നു. ചുരുക്കം പറഞ്ഞാൽ ഒരു നിയന്ത്രണവുമില്ലാത്ത ഒരു സ്വഭാവത്തിലേക്ക് ഞാനും അമ്മായിയമ്മയുടെ കൂടെ ചേർന്ന് പോവുകയാണ്. ഹസ്ബൻഡിന് അതിൽ സന്തോഷമേ ഉള്ളൂ. പുള്ളി അതേക്കുറിച്ച് ചോദിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും പരിഭവം പറയുകയോ ഒന്നും ചെയ്യില്ല. ഞാൻ പറഞ്ഞാൽ മൂളി കേൾക്കും, അത്രയേ ഉള്ളൂ. പുള്ളിയുടെ ആറ്റിറ്റ്യൂഡിലും പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. സത്യം പറഞ്ഞാൽ ഞാനും അമ്മയും കൂടെ ഇവിടെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും ഇടയ്ക്ക് ഞാൻ ഓർക്കും, ഇതൊക്കെ ദുരൂഹമായൊരു സിറ്റുവേഷൻ അല്ലേന്ന്. മാഡം ഇത് കേട്ടിട്ടൊരു അഭിപ്രായം പറയണം. തൽക്കാലം എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കേൾക്കുന്നവർക്ക് എന്തായാലും ദുരൂഹത തോന്നും. കാര്യം അമ്മയുടെ സ്വഭാവം മുഴുവൻ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു മകളാണെങ്കിൽ ഇതറിഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വരികയില്ല. എന്ത് ചെയ്താലും മകനൊരു പ്രശ്നമില്ല. മകന് നിങ്ങളോട് സ്നേഹമുണ്ട്. അമ്മയുടെ എല്ലാ കാര്യങ്ങളും അക്സെപ്റ്റ് ചെയ്യുന്നു. അമ്മ നിങ്ങളെ തെറ്റായ പാതയിലേക്ക് നയിച്ചെങ്കിലും അതിന് ഭർത്താവിന് പരിഭവമൊന്നുമില്ല. അമ്മ പറഞ്ഞത് ഓക്കെ, അമ്മ അക്സെപ്റ്റ് ചെയ്യുന്നു. എന്തോ ഒരടിമത്ത മനോഭാവം. അങ്ങയുടെ ക്യാരക്ടർ ദുരൂഹം, അമ്മായിമ്മയുടെ ക്യാരക്ടർ അതിനേക്കാൾ ദുരൂഹം. ഇതൊക്കെ കേട്ടിട്ടും നിങ്ങൾക്കതിൽ ഒരു ദുരൂഹതയില്ലാതെ നല്ല രസമുണ്ട്, രോഗങ്ങളൊന്നും വരില്ല എന്ന് പറഞ്ഞ് തുള്ളിച്ചാടുമ്പോൾ നിങ്ങൾക്കല്ലേ ശരിക്കും പറഞ്ഞാൽ പ്രശ്നമുള്ളത്? നിങ്ങൾ ഇതിനെക്കുറിച്ച് എന്തുകൊണ്ട് സീരിയസ് ആയിട്ട് ചിന്തിക്കുന്നില്ല? വെള്ളം ഉണ്ടെന്ന് വെച്ചിട്ട് അങ്ങ് ഒഴുകിപ്പോകുന്നതാണ് വിചാരം. അത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു ദിവസം വെള്ളമെല്ലാം പറ്റും, ആ സമയത്ത് വേനൽ വരും. അപ്പോൾ എന്താ ഉണ്ടാകുന്ന പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഈ സിറ്റുവേഷനെ സൂക്ഷിച്ചും കണ്ടും ഫേസ് ചെയ്യുക എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ദുരൂഹതയുണ്ട്, സൂക്ഷിച്ച് ജീവിക്കുക. അല്ലാതെ ചരട് പൊട്ടിയ പട്ടം കണക്കെ ഇങ്ങനെ ജീവിക്കരുത്. എല്ലാത്തിനും നമ്മൾ അതിൻ്റെ ലോജിക്കുകളും കാര്യങ്ങളും ഒക്കെ ഒന്ന് ചിന്തിക്കുന്നത് നന്നാകും. അല്ലെങ്കിൽ അവസാനം എന്താവെന്ന് അറിയില്ല കേട്ടോ.